Welcome to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയറോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എപ്പിസോഡ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇന്നും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ആക്ഷൻ സോങ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? ഒരു ക്രിസ്മസ് വൈബ് തന്നെ ഫീൽ ചെയ്തു. നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻ്റായ അഡ്വെൻറ്റ് ജേർണിയിലേക്ക് പോയാലോ? ഇനി മുതൽ ഞാൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേര് പറയൂല കേട്ടോ. നമുക്ക് ഒരുമിച്ച് പോയി സഞ്ചരിച്ച് പഠിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കോട്ടപ്പുറം രൂപതയിലാണ്. എറണാകുളം ജില്ലയിൽ പറവൂർ ചാത്തനാട് പ്രദേശത്തുള്ള കടക്കര ഉണ്ണിമിശിഹ ദേവാലയത്തിലാണ് നാം ഇപ്പോൾ. ഉണ്ണീശോയുടെ പ്രതിഷ്ഠയുള്ള ഈ ദേവാലയത്തിൽ ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കൊച്ചുകൂട്ടുകാരോടൊപ്പം ചെലവഴിക്കുകയാണ്. സ്വർഗം ഭൂമിയെ നോക്കി അസൂയപ്പെട്ട ഒരു ദിവസം ഉണ്ടെങ്കിൽ അതാണ് ക്രിസ്മസ്. കാരണം ഇന്നലെ വരെ സ്വർഗത്തിൻ്റെ സ്വന്തമായവൻ, സൃഷ്ടാവായവൻ ഇന്ന് ഒരു കൈക്കുഞ്ഞായി നമ്മിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ കൂട്ടുകാരനായ ഉണ്ണീശോ കടന്നു വരുമ്പോൾ ആ കൂട്ടുകാരോടൊപ്പം നമുക്കും അല്പസമയം ചെലവഴിക്കാം. മക്കളെ, ക്രിസ്മസിന് ഒരുങ്ങണേണ? ക്രിസ്മസിനൊക്കെ ഒരുങ്ങണതും പുൽക്കൂട കെട്ടാൻ ഇഷ്ടമാണോ? പുൽക്കൂട് കെട്ടാൻ ഇഷ്ടമാണ്. ക്രിസ്മസിന് കേക്ക് കഴിക്കുന്ന ഇഷ്ടമല്ലേ? ക്രിസ്മസ് വരുന്നത് ഇഷ്ടമാണ്. പക്ഷെ ക്രിസ്മസിന് ഒരുങ്ങാറുണ്ടോ? ക്രിസ്മസിന് ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? വെറുതെ പുൽക്കൂട കെട്ടി മാത്രം ഒരുങ്ങിയാൽ മതിയാ? ബാഹ്യമായിട്ട് ഇങ്ങനെ കുറേ പുൽക്കൂട കെട്ടി നക്ഷത്രമൊക്കെ ചേച്ചി, ചുവന്ന നക്ഷത്രം വേണം, അല്ലെങ്കിൽ ഇതുപോലെ വെളുത്ത നക്ഷത്രം വേണം, അല്ലെങ്കിൽ LED നക്ഷത്രം വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങിയാൽ മതിയാ? എങ്ങനെ ഒരുങ്ങണം? എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്?
ആ അതൊരുങ്ങണം. അതായത് നമ്മളെ ഈ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഈശോയെ സ്വീകരിക്കും എന്ന് പറയില്ലേ, ഹൃദയത്തിൽ ഈശോ സ്വീകരിക്കണം. വെറുതെ അല്ല, നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് വരുമ്പോൾ ഈശോ നമ്മുടെ അരികിലേക്ക് വരുമ്പോഴാണ് അതിന് ഒരു അർത്ഥം ഉണ്ടാവും, അല്ലേ? അതായത് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരാളെ നമ്മളെങ്ങനെ സ്വീകരിക്കും? എങ്ങനെ സ്വീകരിക്കും? ഭയങ്കര സ്നേഹത്തോടെ സ്വീകരിക്കും. അതല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ വന്നു പൊക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഉള്ളില് സ്നേഹത്തോടെ ഈശോയെ വരണം എന്ന് കണ്ട, ഇവനെ പോലെ ഇങ്ങനെ ഇതിൻ്റെ കയ്യിലിരിക്കുന്ന ഈശോയെ വരണേ, എൻ്റെ അടിയിലേക്ക് വരണേ, എൻ്റെ ഉള്ളിലേക്ക് വരണേ, എൻ്റെ മടിയിലേക്ക് വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു ഉറപ്പായിട്ട്. അപ്പോൾ എന്ത് വേണം? ഉള്ളിൽ നന്മ വേണോ? വിശുദ്ധി വേണം. കുറുമ്പ കാണിച്ചാൽ വരില്ല, അല്ലേ? അപ്പോൾ ഉള്ളിൽ കുറച്ച് നന്മയും ഈശോയെ വരണമെന്ന ആഗ്രഹവും, ഇടയ്ക്ക് ഈശോയുടെ ഇരുന്നുണ്ട് എൻ്റെ വീട്ടിലോട്ട് വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് ഈശോ വരും. അപ്പം അങ്ങനെ ഒരുങ്ങണം, വിശുദ്ധിയോടെ ഒരുങ്ങണം. പറഞ്ഞേ അപ്പം അങ്ങനെ ഒരുങ്ങാനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പുൽക്കൂട്, സ്നേഹത്തോടെ പുൽക്കൂട് ഉണ്ടാക്കും. പിന്നെ ടീച്ചർമാരൊക്കെ പറഞ്ഞ പോലെ തലോണ വയ്ക്കും. അതുപോലെ ഈശോയ്ക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഒരുക്കും. പുൽക്കൂടിന് പുല്ലൊക്കെ തന്നെയൊക്കെ വാങ്ങിച്ച് പിടിപ്പിക്കും. അപ്പം അങ്ങനെയാണ് ഒരുങ്ങണത്. അപ്പോൾ ആദ്യം സ്നേഹത്തോടെ ഒരുങ്ങണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. പിന്നെ ഉള്ളിൽ നന്മ. നിങ്ങളൊക്കെ ഭയങ്കര നല്ല പിള്ളേരാണ്. ആ നന്മ അതേ സ്നേഹത്തോടെ വിളിച്ചാൽ ഉറപ്പായിട്ടും ഈശോ വരും എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പള്ളി ഉണ്ണീശോയുടെ പള്ളിയാണെന്ന് അറിയാലോ, അല്ലേ? നമ്മുടെ പള്ളി ഉണ്ണീശോയുടെ പള്ളിയാണ്. അപ്പോൾ ഉണ്ണീശോയുടെ പള്ളിയാകുമ്പോൾ ക്രിസ്മസിന് നമ്മൾ കുറച്ചും കൂടി ഒരുങ്ങണ്ടേ, അല്ലേ? കാരണം നമ്മളുടെ ഇവിടെയുള്ള പ്രതിഷ്ഠ ഉണ്ണീശോയാണ്. നമ്മളെല്ലാ ദിവസവും പോയി തൊട്ടുമുട്ടുന്ന ഉണ്ണീശോയാണ്. അപ്പോൾ ഉണ്ണീശോനെ നമ്മളെപ്പോഴും കാണുന്ന ഉണ്ണീശോയുടെ മക്കളാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ഒരുങ്ങണം, അല്ലേ? കടക്കരയിലെ ഉണ്ണീശോയിലെ മക്കളെന്ന് പറയുമ്പോൾ ഉണ്ണീശോയ്ക്ക് ഇങ്ങനെ സാധാരണ നമ്മൾ മത്സരമൊക്കെ അടുത്തില്ലേ, ഉണ്ണീശോയ്ക്ക് ഒരു കത്തെഴുതും, വരണേ ഉണ്ണീശോ ഞങ്ങളുടെ അടുത്ത് വരണേ, അതുപോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ, ഞങ്ങളെല്ലാം ഒരുക്കി വെക്കാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കിടക്കണേ എന്നൊക്കെ നമ്മൾ പറയൂലേ. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ നിഷ്കളങ്കമായ പ്രാർത്ഥന വലുതാവും തോറും നമുക്കിങ്ങനെ ചിലപ്പോൾ നിഷ്കളങ്കതയൊക്കെ പോകും. പക്ഷെ ഇപ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കൂലേ? ഇപ്പോൾ അപ്പച്ചന് പണിയില്ല, ഈശോയെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അപ്പച്ചൻ്റെ പണി ശരിയാക്കി തരണേ, ഞങ്ങളുടെ കുടുംബം നന്നാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കൂലേ? അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. എന്നിട്ട് നമുക്ക് കുറേ വാശി പിടിക്കാം. എനിക്ക് അങ്ങനത്തെ വേണം, ഇങ്ങനത്തെ ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ പോലെ ഈശോയ്ക്ക് നീയായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ വെറുതെ ഇതില്ലേ, ഞാൻ വാശി പിടിക്കുക അപ്പനോട്, അപ്പം അത് വേണോട്ടാ, അല്ലേ, ഇത് വേണോട്ടാ എന്നൊക്കെ പറയൂലേ. പക്ഷെ അതേപോലെ ഈശോയോട് നീ എൻ്റെ അരികിലേക്ക് വന്നോട്ടാ, അതുപോലെ എൻ്റെ വീട്ടിലെ എല്ലാ കുറവുകളും മാറ്റി തന്നോട്ടാ എന്നൊക്കെ പറയണം. നമ്മുടെ വീടൊക്കെ പുൽക്കൂട് പോലെ ഇങ്ങനെ ഒരുക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഇപ്പോഴും വിശുദ്ധരൊക്കെ പറയുന്നതാണ്, 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ പിറന്നില്ലെങ്കിൽ അതൊരു ഡേറ്റ് മാത്രമാണ്. നിങ്ങൾ ഓർത്താൽ മതി, 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഇല്ലാത്ത സ്ഥലത്ത് പിറന്നില്ലെങ്കിൽ അതൊരു ഡേറ്റാണ്, 25 ഡിസംബർ 25. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ പിറക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ണീശോയുടെ മക്കൾ എന്ന നിലയിൽ നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ട് നടക്കും. മക്കളെ, അപ്പോൾ ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഈശോ ഒരുക്കാന്നൊക്കെ പറഞ്ഞല്ല. അപ്പോൾ ഈശോ ഒരുക്കാനായിട്ടും ഈശോയെ വിളിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയാണ്. വലിയ പ്രാർത്ഥനയൊന്നുമല്ല, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചെല്ലുക. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണ ചെറിയ ചെറിയ സുഹൃത ജപം, അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അത് ഈശോയ്ക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ചൊല്ലുക. ദിവസത്തിൽ ഫ്രീ ആകുമ്പോഴും അങ്ങനെയൊക്കെ ചെല്ലാനായിട്ട് പരിശ്രമിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ അച്ഛനൊരു സുഹൃജപം പഠിപ്പിച്ചു തരാം. അപ്പോൾ ഓരോ ദിവസങ്ങളും ക്രിസ്മസിന് ഒരുങ്ങുന്ന ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ചെല്ലാൻ പരിശ്രമിക്കുക. സുഹൃജപം എങ്ങനെയാണ്? ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ
നീ വന്ന് വാഴണമേ. എന്താണ്? ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വന്ന് വാഴണമേ. ഒന്നും കൂടി. ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വന്ന് വാഴണമേ. അപ്പൊ എല്ലാവരും ഒന്ന് കൈകൾ ശരിക്കും കൂപ്പി ഈശോയിലേക്ക് തന്നെ നോക്കിയിട്ട് ആ ഈശോയെ വിളിക്കുന്ന ആ ഒരു വിളിയുണ്ട്. ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വന്ന് വാഴണമേ. കേട്ടാ? അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ച ഈശോ ഉറപ്പായിട്ടും വരും. കേട്ടാ? അങ്ങനെ ക്രിസ്മസിന് ഒരുങ്ങാട്ടാ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പള്ളിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അച്ഛൻ പറഞ്ഞ അന്ന് സുഹൃത ജപം എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലണേ. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് റെഡ് നോസ് റെയിൻഡിയറിന്റെ കഥയാണ്. ഇത്തവണ നല്ല കൂർത്ത ചെവിയും നീണ്ട മൂക്കും ഒക്കെയുള്ള ക്രിസ്മസ് എൽസിന്റെ കഥയാണ് ആൻറ്റി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോയാലോ ജിംഗിൾ ബെൽ സ്റ്റോറി ടൈമിലേക്ക്? ആന്റി ഒന്ന് പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കഥ പറയാന്ന്, ഒന്ന് പറയാമോ? നിങ്ങളുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞാ ക്ലാസ്സിന്റെ ഒക്കെ? നിങ്ങളുടെ കയ്യിൽ അന്ന് കണ്ട ഒരു സാധനം കഥ പറയാനായിട്ട് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇന്നാള് നിങ്ങൾ കളർ ചെയ്ത സാധനമല്ലേ? ഇതാരാന്നറിയോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെയാ കണ്ടിട്ടുള്ളത്? ക്രിസ്മസ് കാർഡിൽ കണ്ടിട്ടില്ലേ ഇവരെ? ഇത് ഇവരുടെ പേരാണ്. ഇവരിങ്ങനെ കുറെ പേര് ഗ്രൂപ്പായിട്ട് നിൽക്കണല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളേ? ഇവരാണ് ക്രിസ്മസ് എൽഫ്സ്. എന്താണ്? ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ചെവി ഇങ്ങനെ കൂർത്തിരിക്കും. കണ്ടാ? കൂർത്ത ചെവിയും പിന്നെ സാന്റാക്ലോസിന്റെ പോലത്തെ തൊപ്പി, പച്ച കളർ ഉടുപ്പ്, സാന്റാക്ലോസിന്റെ പോലത്തെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് സാന്റാക്ലോസിന്റെ വണ്ടിയുടെ അടുത്ത് സാന്റാക്ലോസിനെ ചുറ്റിപ്പറ്റിയാണ് ഇവര് നിൽക്കുക. ഇവരുടെ പേരെന്താ പറഞ്ഞ ഞാന്? ക്രിസ്മസ് എൽസ്. ഇവര് കുഞ്ഞു കുഞ്ഞു ആൾക്കാരാണ്. ചെവി നീണ്ടിട്ടാണ്, മൂക്കൊക്കെ നീണ്ട്, ചെവിയൊക്കെ നീണ്ട്, പക്ഷെ ഭയങ്കര ക്യൂട്ട് അവരെ കാണാൻ. കുഞ്ഞു കുഞ്ഞു ആൾക്കാരാ. നമ്മൾ ക്രിസ്മസ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഉയരം കുറഞ്ഞ കുള്ളന്മാരാണ് ഇവര്. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സാന്റാക്ലോസ് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുതരുന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നേ? കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവരില്ലേ? ഈ സാന്റയുടെ ഒരു ഫാക്ടറി ഉണ്ട് അത്രേ. ആ ഫാക്ടറിയിൽ ഈ ടോയ്സ് എല്ലാം ഉണ്ടാക്കുന്നത് ഈ ക്രിസ്മസ് എൽസ് ആണ്. പിന്നെ സാന്റയുടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആന്റി പറഞ്ഞു തന്നില്ലേ റുഡോൾഫ് റെയിൻഡിയറിന്റെ ഒക്കെ കഥ? ഈ റെയിൻഡിയറിനൊക്കെ ഫുഡൊക്കെ കൊടുക്കണ്ടേ, പുല്ലൊക്കെ ചെത്തി കൊടുത്ത് അങ്ങനെ റെയിൻഡിയറിനെ ഒക്കെ നോക്കണ്ടേ? ആ പണിയും ചെയ്യുന്നത് ഈ ക്രിസ്മസ് എൽസ് ആണ്. എന്തൊക്കെ പണി ചെയ്യുന്നു പറഞ്ഞപ്പോ? റെയിൻഡിയറിനെ നോക്കും, ഫാക്ടറിയിൽ ടോയ്സ് ഉണ്ടാക്കും, പിന്നെ സാന്റയുടെ വീടൊക്കെ വൃത്തിയാക്കും, പിന്നെ സാന്റയുടെ വണ്ടി വൃത്തിയാക്കും. ഒരു മഞ്ഞുവണ്ടി ഇല്ലേ സാന്റയ്ക്ക്? സാന്റ ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ നമ്മള്? ആ മഞ്ഞുവണ്ടി വൃത്തിയാക്കും. പിന്നെ ഈ ഉണ്ടാക്കിയ ടോയ്സ് ഒക്കെ ഗിഫ്റ്റ് പാക്കറ്റിലാക്കിയിട്ട് സാന്റയുടെ ബാഗിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ബാഗിൽ ഈ സാധനങ്ങൾ ടോയ്സ് എല്ലാം ഗിഫ്റ്റ് റാപ്പറിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോയി സാന്റയുടെ മഞ്ഞുവണ്ടിയിൽ കൊണ്ടുപോയി വെക്കും. ഇങ്ങനെ ഏറ്റവും കൂടുതൽ സാന്റനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ക്രിസ്മസ് എൽസ്. അവര് ഇതെല്ലാം മഞ്ഞുവണ്ടി കൊണ്ടുവയ്ക്കും, പിന്നെ മഞ്ഞുവണ്ടി വൃത്തിയാക്കും. സാന്റയുടെ മഞ്ഞുവണ്ടി ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴും ക്ലീൻ ചെയ്യുന്നവരാണ്. പിന്നെ ഉണ്ടല്ലോ വേറൊരു പ്രത്യേകത ഇവരെ കുറിച്ച് പറയുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, നമുക്ക് സാന്റയുടെ വീട്, സാന്റയുടെ കൊട്ടാരം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? ഈ സാന്റയുടെ കൊട്ടാരവും സാന്റയുടെ ഫാക്ടറിയൊന്നും മനുഷ്യരാരും കാണാതെ മറച്ചു പിടിക്കുന്ന ജോലിയും ഈ എൽസിനാണ്, ക്രിസ്മസ് എൽസിന്. അപ്പോൾ സാന്റാക്ലോസിന്റെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആര്? എൽസ്. എന്തൊക്കെ ജോലി അവർ ചെയ്യുന്നേ? റെയിൻഡിയറിനെ നോക്കും, റെയിൻഡിയറിന് ഫുഡ് കൊടുക്കും, സാന്റയുടെ മഞ്ഞുവണ്ടി ക്ലീൻ ചെയ്യും, ഗിഫ്റ്റ് ഉണ്ടാക്കും, ടോയ്സ് ഉണ്ടാക്കും, അത് പാക്ക് ചെയ്ത് മഞ്ഞുവണ്ടി കൊണ്ടുവയ്ക്കും, പിന്നെ സാന്റയുടെ കൊട്ടാരം ആരും കാണാതെ മറച്ചു പിടിക്കും. ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആരാണ്? ക്രിസ്മസ് എൽസ്. അവർ കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾ ജോലി വല്ലതും ചെയ്യാറുണ്ടോ? മടിയന്മാരും മിണ്ടണില്ലല്ലോ ആരും. നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുമ്പം നമ്മൾ ഈ ക്രിസ്മസ് എൽസ്, നമ്മളിപ്പോ ഈ വെറുതെ കുറെ ക്യാരക്ടേഴ്സിന് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കാണുന്നില്ലേ? ഇവർക്കൊക്കെ ഓരോ കഥയുള്ളത് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും. ഇവരെ പോലെ ഇവർ സാന്റാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ ക്രിസ്മസ് എൽസ്. അതുപോലെ നിങ്ങളും വീട്ടില് അച്ഛനെയും അമ്മേനെയും ഒക്കെ സഹായിക്കുക, നിങ്ങളുടെ പപ്പേനെയും മമ്മീനെയും ഒക്കെ ജോലി ചെയ്യാൻ സഹായിക്കുക, നിങ്ങളുടെ റൂമൊക്കെ വൃത്തിയാക്കുക, നിങ്ങളുടെ കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യുക. ഈ കുഞ്ഞന്മാര് ചെയ്യുന്ന പണി കണ്ടില്ലേ? എന്തോരം ജോലി അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാം, മറ്റുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞ് സഹായം. ഇവർ ചെയ്യുന്നതൊന്നും ഇവർക്ക് വേണ്ടിയിട്ടല്ല അല്ലേ? കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനമൊക്കെയാണ് ഇവർ വണ്ടി കൊണ്ടുവയ്ക്കുന്നത്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും, സ്വയം വീട്ടിൽ ജോലി ചെയ്യും, ബാക്കിയെല്ലാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇനി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യോ?
ഇഷ്ടപ്പെട്ടോ ക്രിസ്മസ് എൽഫ്സിന്റെ കഥ? ഇനി ഇവരുടെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ബാക്കി കഥകൾ വേറൊരു ദിവസം. ക്രിസ്മസിന് ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ. നമ്മൾ ഓരോ ആഴ്ച ഓരോ കഥ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതൊന്ന് പിടിച്ചേ, എല്ലാവരും ഒന്ന് കണ്ണടച്ച് കൈകൂട്ടി പിടിച്ചേ. ആന്റി പറഞ്ഞു തരുന്ന പോലെ പറയണം. ഉണ്ണീശോയെ മറ്റുള്ളവരെ സഹായിക്കാനും ഞങ്ങളുടെ ജോലികൾ ആത്മാർത്ഥമായി ചെയ്യാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. എല്ലാരും ക്രിസ്മസ് എൽസിന്റെ കഥയൊക്കെ കേട്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ക്യൂട്ട് എൽസിന്റെ കഥ കേൾക്കുന്നത്. എന്തോരം ജോലികളാ കുഞ്ഞന്മാർക്ക്. നമ്മൾ ഇവരെ കണ്ടു വേണം ഈ ജോലിയൊക്കെ ചെയ്യാൻ പഠിക്കാൻ. നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? ഇന്നത്തെ ക്രാഫ്റ്റ് സിറ്റിയിൽ നമ്മൾ പേപ്പറും കൊണ്ടുള്ള ക്യാൻഡിലാണ് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. Come on guys, let's go to Craft City. Hi all, welcome to yet another episode of Craft City. Today, let's prepare something else. As we all know, it's the festival of seasons. Let's prepare a candle. So, candle making with paper is our topic for today. So, as you all know, candle making is something very important, and candle is something that we use to show shine, brightness, etc. This means happiness or the living light of Lord. That is what candle means. So let's show how to make a candle. Materials required are scissors, pencil, square piece of cardboard, glue, glitter papers of golden, green and white, and an A4 size paper. So first let's take the small cardboard piece of paper, and now we're going to take the paper also. So this cardboard we're going to make into a circle sheet. So it's a square piece we're going to make into a circle. So let's cut the edges now. So the accurate measurement മതി. ഈ ഇതിൻ്റെ എഡ്ജസിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതി. So you'll get a circle and you don't need a compass and pencil and all for this. Okay, so we got a circle. Now we're going to apply glue here. ഈ A4 size പേപ്പറിലെ കുറച്ച് പോർഷൻ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുവാണ്. സോ വി ഗോണ കവർ ദിസ് കാർഡ്ബോർഡ് ഷീറ്റ് വിത്ത് ദിസ്. എക്സസ് വന്നതല്ല നമ്മൾ കട്ട് ചെയ്ത് കളയുക. So this is going to be the base of the candle. Okay. Now let's keep that aside, and now we're going to make the candle. So ഇതിനെ നമ്മൾ നമ്മുടെ A4 size പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. So first let's apply some glue on this side. Now we're going to curl it. So നമ്മൾ കേൾ ചെയ്യാൻ നേരം നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലെങ്ത് എടുക്കുക. So I'm going to make my candle a bit more thicker. കാരണം ഞാൻ ഒരു ക്യാൻഡിലേ വെക്കുന്നുള്ളൂ. സോ ഇച്ചിരി തിക്കാക്കി വെക്കുന്നതാണ്. Rest of the portion I'm going to glue it. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഇപ്പം നമ്മുടെ ക്യാൻഡിൽ റെഡിയായി. സോ ഇനി ഇതിൻ്റെ ലെങ്ത് വേണം ഇച്ചിരി കുറയ്ക്കും. കാരണം ദിസ് വോണ്ട് ലുക്ക് ദാറ്റ് ഗുഡ്. ഇത്രയും വലിയ ലെങ്ത് ആയ ഇറ്റ് വുഡ്ന്റ് ലുക്ക് നൈസ്. സോ വി ഗോണ മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ സ്മോളർ. ഓക്കെ, സോ ദിസ് ഇസ് ദി ക്യാൻഡിൽ. നൗ നമ്മൾ ഇതിൻ്റെ ഒരു സർക്കിളിൻ്റെ ലെങ്ത്ത് ഈ പേപ്പറിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. ബിക്കോസ് വി ഗോണ സ്റ്റിക്ക് ദിസ് ക്യാൻഡിൽ ടു ദിസ്. So perfectly glue apply ചെയ്യണമെന്നില്ല. After sticking also you can put it here. So it will stick. And glue iron after some time it will go. So glue-ന്റെ marks ഒന്നും കാണത്തില്ല. Okay. So now we're going to do the rest of the things. So we're going to take our glitter papers here. So ആദ്യം നമുക്ക് ഗോൾഡൻ ഗ്ലിറ്റർ പേപ്പർ എടുക്കാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ക്യാൻഡിലിൻ്റെ ഫയർ അങ്ങനത്തെ പോർഷൻസ് എല്ലാം കാണിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ഐം ഗോണ ഡ്രോ സംതിങ്. ഒരു സ്മോൾ ആയിട്ടുള്ളൊരു ഈ ക്യാൻഡിൽസിൻ്റെ ഒക്കെ ലൈൻസ് ഉണ്ടല്ലോ,
ക്യാൻഡിലിൽ നിന്ന് ഒഴുകുമ്പം ഉള്ള ലൈൻസ് ഒക്കെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. സോ ഇത് വരയ്ക്കണം എന്നില്ല, യു കൻ ജസ്റ്റ് ഡ്രോ ഇറ്റ് ആൻഡ് ദെൻ കട്ട് ഇറ്റ് ഓഫ്. സോ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ബോർഡർ കിട്ടാനാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. Now we're going to cut it. So this is actually a glitter sticker. So ഇതിൻ്റെ പുറകിൽ sticker ആണ്. So you don't need to use glue for this. So after cutting off the shape, we can just peel off the sticker and then stick it properly. So നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. Okay, so we've cut it. ഇനി നമുക്കിതിൻ്റെ ഗ്ലൂ ഒന്ന് പീൽ ചെയ്യാം. Now we're going to stick it on top of this. So when you stick, you need to check whether it's in the top itself. Okay. So excess വന്നാൽ നമുക്ക് കട്ട് ഔട്ട് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞാൽ if you want, you can also make it in the center. So ഒരു സ്ട്രെയിറ്റ് പീസ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻറ്ററിലും ഒരു ബാൻഡ് പോലെ കൊടുക്കാം. So that's out of imagination. So if you want, you can do that. ഇനി നമ്മൾ ഇതിൻ്റെ ലീഫാണ് ചെയ്യുന്നത്. So for the leaf, we'll have to make the same thing. So അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. സോ ഡ്രോ ചെയ്യുമ്പോൾ ഇറ്റ് വോണ്ട് ബി സീൻ ഇൻ ദിസ് പേപ്പർ ബിക്കോസ് ഇറ്റ്സ് ഗ്ലിറ്റർ. പക്ഷെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരാനായിട്ട് മാത്രം അങ്ങനെ വരയ്ക്കുന്നത്. സോ ദാറ്റ് യു കൻ സീ സ്മോൾ ലൈൻ. So I thought I'll make 2 leaves. ജസ്റ്റ് സ്മോൾ ആയിട്ട് ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ വരച്ചിട്ട് അതിൻ്റെ സൈഡിൽ താഴെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. So we'll peel off the sticker. ഇനി ഇതിൽ കുറച്ച് ഗ്ലൂവും കൂടെ സ്റ്റിക്ക് ചെയ്യാം. So it will stick properly. And in the rest of the portions, white ആയിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. So if you want, you can take the golden sticker and then stick. ഇനി നമ്മൾ ഇതിൻ്റെ മേലത്തെ പോർഷനിലേക്കാണ് പോകുന്നത്. So that for that you require the white. So white glitter paper എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു സ്മോൾ സർക്കിൾ കട്ട് ചെയ്യുക. സോ അതിൻ്റെ ഈ ഒരു ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ കറക്റ്റ് വേണമെന്നല്ല, വിൽ ടേക്ക് എ ബിഗർ വൺ ആൻഡ് ദെൻ കട്ട് ഇറ്റ് ഇൻ ടു സ്മോൾ. സോ റാൻഡംലി ഏതെങ്കിലും ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു ലെങ്ത് കട്ട് ചെയ്താൽ മതി. So I think it'll be a 0.5 centimeter or something because it's that small. So this is the top we will stick. So that is what we're going to do. So before doing that, we need to make a fire also on top. Because candle is fire ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു സ്മോൾ ഹോളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, ചെറിയൊരു ഹോൾ. ആൻഡ് ദെൻ വിൽ ടേക്ക് ദി റിമൈനിങ് പീസസ് ഓഫ് ദി ക്യാൻഡിൽ ദാറ്റ് വി പ്രിപ്പയർഡ് ആൻഡ് ഒരു വലിയൊരു ക്യാൻഡിൽ, ഒരു ഫയറാണ് നമ്മളിവിടെ മേക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഐ തിങ്ക് വിൽ നീഡ് എ ബിറ്റ് മോർ ബിഗ്ഗർ വൺ. സോ വിൽ ടേക്ക് ഫ്രം ദിസ്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് ടു മേക്ക് ഇറ്റ് സ്റ്റിക്ക് ഇൻസൈഡ്. എന്നിട്ട് ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ഇനി ഇഫ് യു വാണ്ട് യു കൻ ഓൾസോ ഡെക്കറേറ്റ് ദി സൈഡ്സ്.
സോ ചെറിയൊരു ഗോൾഡൻ കളർ വേണമെങ്കിൽ അതിൻ്റെ എഡ്ജസിലൊക്കെ കൊടുക്കാം. സോ ദാറ്റ്സ് ഓൾ അപ് ടു യു. ഈ എല്ലാ എഡ്ജസിലും കൊടുക്കണം എന്നില്ല, ജസ്റ്റ് ഒരു സ്മോൾ ലൈൻ ഒന്ന് കൊടുത്താൽ മതി, ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ കൊടുത്താൽ മതി. സോ ഇറ്റ്സ് അപ് ടു യുവർ ഡെക്കറേഷൻ. സോ അത് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല, കാരണം അത് ആ ലീഫിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു ഒരു ഒരു വേ ഓഫ് കീപ്പിംഗ് ആ. സോ യുനോ ഇറ്റ്സ് ഓക്കെ. So that's all. This is the simple and easy candle that we've made. So this candle will light long as we live long together. Thank you. നല്ല ഭംഗിയുള്ള ക്യാൻഡിലായിരുന്നു അല്ലേ അത്? ഇത്രയും നാൾ കൊണ്ട് നമ്മൾ എന്തോരം ക്രാഫ്റ്റാണ് പഠിച്ച്. നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണേ. നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാംസ് ഇവിടെ അവസാനിച്ചു. പക്ഷെ എന്നും വെച്ചാലും പോവല്ലേ, നമുക്ക് നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കെരോൾ സോങ്സും കൂടെ കഴിഞ്ഞു പോവാം. നമുക്ക് കെരോൾ സോങ്സ് കേൾക്കാൻ പോയാലോ? നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കെരോൾ സോങ് കേൾക്കാൻ എന്ത് രസമായിരുന്നല്ലേ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളോ? അങ്ങനെ ഇന്നത്തെ ലിറ്റിൽ ഹാർട്ട്സ് ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. ഉണരൂ മണി
യേശുനാഥാ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ കനിയൂ നീ യേശുനാഥാ